ഗൈസ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു ആമസോൺ ഫാഷൻ ഹോൾ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോഴും സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. 13th സെയിൽ സ്റ്റാർട്ട് ചെയ്തു. അത് 17th വരേക്കാണ് ഈ ഒരു സെയിൽ. അൾട്ടിമേറ്റ് ബ്രാൻഡ് സെയിൽ, അതും അപ് ടു 80% വരെ നമുക്ക് ഫാഷൻ ബ്രാൻഡഡ് ഐറ്റംസിനൊക്കെ നമുക്ക് 80% വരെ നമുക്ക് ഡിസ്കൗണ്ട് വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ടൈം പീരീഡിൽ മേടിക്കുകയാണെങ്കിൽ നല്ല വില കുറവിന് മേടിക്കാം. ഇനി അധികം വാചകമൊന്നുമില്ല, നമുക്ക് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ വെച്ച് തുടങ്ങാം. നല്ല അടിപൊളി ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ലുക്ക് വൈസും അടിപൊളിയാണ് കേട്ടോ. ഒരു റിച്ച് ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു കുർത്തിയിൽ. ഇനി കുർത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോട്ടൺ മെറ്റീരിയൽ സ്ട്രെയിറ്റ് ഫിറ്റിലാണ് ഇത് വരുന്നത്. ഓവറോൾ ലുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു വൈറ്റിൽ ഫുൾ ഇങ്ങനെ നല്ലൊരു ഫ്ലോർ, നല്ലൊരു അടിപൊളി പ്രിന്റ് ആണ് കേട്ടോ. ആമസോണിന്റെ പിക്ചറിൽ കാണിക്കുമ്പോൾ അത്ര അങ്ങോട്ട് ഭംഗി പിക്ചറിൽ തോന്നുന്നില്ല. കയ്യിൽ കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പിയായി. കാരണം ആ കളറൊക്കെ ഇങ്ങനെ ബ്രൈറ്റ് ആയിട്ട് എടുത്ത് കാണുമ്പോൾ സൂപ്പർ ലുക്ക് വൈസ്. പിന്നെ ഇതിന്റെ നെക്ക് നോക്കുകയാണെങ്കിൽ വീനെക്കിൽ ഇവിടെ ഒരു ലേസിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. 3/4 ആണ് ഇതിന്റെ സ്ലീവിന്റെ എൻഡ് പോർഷനിലും ചെറുതായിട്ട് ഒരു ലേസിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പാന്റ് എന്റെ വേറെ സെപ്പറേറ്റ് പാന്റ് ഇതിന് കൂടെയുള്ളതല്ല, ഇത് ജസ്റ്റ് കുർത്തി മാത്രമായിട്ട് നമുക്ക് കിട്ടുക. പിന്നെ വൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ കുറച്ച് സീ ത്രൂ ആണ്. വൈറ്റ് ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ ലൈറ്റ് ഷെയ്ഡ് എന്നൊക്കെ പറയുമ്പോൾ നോർമലി ഒരു സീ ത്രൂ വരാറുണ്ട്. അപ്പൊ ഇതിനും ചെറുതായിട്ടുണ്ട്. ഒരു സ്പെഗറ്റീവ് ഇട്ടാൽ മതി, ബാക്കി പ്രശ്നമൊന്നുമില്ല. എന്തായാലും ക്വാളിറ്റി വൈസ് അടിപൊളി ഹൈലി റെക്കമെൻഡ് പീസ് ആണ് കേട്ടോ. ഇൻഡോ ഇറ ബ്രാൻഡിന്റെ ലാർജ് ആണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ്. ഗോസറിക്ക് ബ്രാൻഡിന്റെ 2 പീസിന്റെ റീസണബിൾ റേറ്റിലാണ്, ഒരു 400 സംതിങ് ആ ഒരു റേഞ്ചിന്റെ 2 പീസാണ് കിട്ടുന്നത് കേട്ടോ. ഇനി ലുക്ക് വൈസ് അടിപൊളിയാണ്. മെറ്റീരിയലും കുഴപ്പമില്ല. ഒരു റയോൺ മെറ്റീരിയലിൽ ഫുൾ കാണുന്നത് എംബ്രോയിഡറിയുടെ ഡീറ്റെയിലിംഗ് ആണ്. ഇതിന്റെ ഫിറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ഏലൻ സ്റ്റൈലിലാണ്. കുറച്ചുകൂടിയും ലെങ്ത് കൂടിയ ടൈപ്പ് ആയിട്ടുള്ള വരുന്നതാണ്. പിന്നെ ഇതില് സൈഡിൽ പോക്കറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. സ്ലീവ്ലെസ് ആണ് ഇത് വരുന്നത്. സ്ലീവിൽ അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഇല്ല കേട്ടോ. ഇത് സ്ലീവ്ലെസ് തന്നെയായിട്ടാണ് വരുന്നത്. ഓവറോൾ ഈ ഒരു റെഡിൽ ഈ ഒരു ബ്ലാക്ക് വൈറ്റ് കോമ്പിനേഷൻ വരുമ്പോൾ ആ ഒരു പൂക്കൾ വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഭംഗി അതിൽ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിന്റെ മെയിൻ എനിക്ക് ദോഷം ഫീൽ ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് സ്ലീവ്ലെസ് ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഇങ്ങനെ ഇറക്കം കൂടുതലായിട്ട് ഒരു ഫീലിംഗ് കിട്ടി. സൈഡ് കുറച്ചുകൂടിയും ഡീപ്പ് ഇങ്ങനെ ഇറക്കത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതൊന്ന് മുകളിൽ നിന്നൊന്നും ഓൾട്ടർ ചെയ്ത് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ സെറ്റ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്തായാലും ഓവറോൾ ലുക്ക് ഈ ഒരു റീസണബിൾ റേറ്റിന് ഇത്രയും നല്ല അടിപൊളി നമുക്ക് 2 പീസിന്റെ ഒരു സെറ്റ് കിട്ടാന്ന് പറയുന്നത് അടിപൊളിയാണ്. ഇതിന് കൂടെ പെയർ ചെയ്യാനായിട്ട് പാന്റ് വരുന്നുണ്ട്. പാന്റ് മീൻസ് ഒരു സെമി പലാസോ ടൈപ്പില്, അതും റയോണിന്റെ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ. ഈ ഒരു റേറ്റിന് ഇത് ബെസ്റ്റ് ആണ്, ലാർജ് ആണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ്. ഗോസറിക്ക് ഒരു ഒറ്റ നോട്ടത്തിൽ ഈ ഒരു കുർത്തി കാണുമ്പോൾ നമുക്ക് ഈ കാണുന്നത് മൊത്തം പ്രിന്റ് ആയിട്ട് ഫീൽ ചെയ്യില്ലേ? പ്രിന്റ് അല്ല കേട്ടോ, ഈ കാണുന്നത് മൊത്തം എംബ്രോയിഡറിയുടെ ഡീറ്റെയിലിംഗ് ആണ്. അതും ആ കളർ കോമ്പിനേഷൻ ഒക്കെ ഒരു ഞാവൽപ്പഴം ആ ഒരു കളറിലാണ് കേട്ടോ. എനിക്ക് ക്യാമറയിൽ ഏത് കളറാണോ ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ എന്തായാലും ഇത് ഞാവൽപ്പഴത്തിന്റെ ഒരു കളറാണ് ഫീൽ ചെയ്യുന്നത്. സൈറ്റിൽ നോക്കിയപ്പോൾ കളർ ഇങ്ങനെ സൂം ചെയ്തെടുത്ത് നോക്കിയിട്ട് തപ്പി പിടിച്ചിട്ടുള്ളതാണ്. ഇതിൽ കുറെ കളർ ഷെയ്ഡ്സ് ഉണ്ട്, പക്ഷെ റയർ ആയിട്ടുള്ള ഒരു കളർ നോക്കി തപ്പി എടുത്തിട്ടുള്ള സംഭവമാണ്. ഇനി ഇതിന്റെ ക്വാളിറ്റിയും ഇതിന്റെ മെറ്റീരിയലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻഡോ ഇറ ബ്രാൻഡിന്റെ ആണ്. ലീവ സർട്ടിഫൈ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് മെറ്റീരിയൽ ആണ്. അപ്പൊ ലീവ സർട്ടിഫൈ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഞാൻ ടാഗ് ഊരിയിട്ടില്ല, അതിന്റെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ലീവ സർട്ടിഫൈ എവിടെയാണ്? ലീവ സർട്ടിഫൈ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. ഇൻഡോ ഇറ ബ്രാൻഡിന്റെ ആണ്. അപ്പൊ തന്നെ എന്ന് വെച്ചാൽ ആ സർട്ടിഫൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ക്വാളിറ്റി ഉള്ളതാണെന്നുള്ളതാണ്. ഇനി ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു 2 പീസിന്റെ കളക്ഷൻ ആണ്. സ്ട്രേറ്റ് ഫിറ്റ് ആണ് ഇത് വരുന്നത്. ഫിറ്റിംഗ് വൈസ് എനിക്ക് ഇഷ്ടമായി, കളർ വൈസും അതിന്റെ ലുക്ക് വൈസും ഒക്കെ കൊണ്ട് എന്റെ ഫേസിൽ ആ ഒരു എക്സ്പ്രഷൻ കാണുമ്പോൾ അറിയാലോ, ഞാൻ ഹാപ്പിയാണ് കേട്ടോ. ഇനി ഇതിന്റെ സ്ലീവ് പോർഷൻ നോക്കുകയാണെങ്കിൽ സ്ലീവിലും ഈ ഒരു സെയിം എംബ്രോയിഡറിയുടെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതിന് കൂടെ പെയർ ചെയ്യാനായിട്ടുള്ള പാന്റും ഒരു സെയിം കളറിൽ തന്നെയാണ്. എൻഡ് പോർഷനിൽ ചെറുതായിട്ട് ഒരു എംബ്രോയിഡറിയുടെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. നെക്ക് പോർഷനിലെ ഈ ചെറിയ വൈറ്റ് ഒക്കെ കാണുന്നത് ഫുൾ ഹാൻഡ് വർക്ക് ആണ്. ചെറിയ പേളുടെ ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓവറോൾ എനിക്കൊന്നും പറയാനില്ല, എനിക്ക് ഇഷ്ടമായി. ഈ ഒരു ലുക്ക് കണ്ടപ്പോ തന്നെ, നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ കണ്ടപ്പോ തന്നെ ഏകദേശം ഒരു പിടി കിട്ടിയിട്ടുണ്ടാവും. നമ്മളിപ്പോ ഒരുവിധ എല്ലാ പെണ്ണുങ്ങളുടെ കയ്യിൽ ഈ ഒരു ഡ്രസ്സ്, അത് ഇൻസ്റ്റയിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ റോട്ടിൽ കൂടെ നടക്കായാലും ഈ ഒരു ഡ്രസ്സ്, ഈ ഒരു പാറ്റേൺ. പക്ഷെ ഈ കളർ അല്ലാന്ന് മാത്രം. ഇത് 3 പീസ് ആണ്. ആക്ച്വലി നമ്മൾ കണ്ടിരിക്കുന്ന മൊത്തമൊക്കെ യെല്ലോയിലാണ്. ഞാനും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് യെല്ലോ ഡ്രസ്സ് എടുത്തിട്ട് 3 പീസിന്റെ ഒരു കളക്ഷൻ. മെറ്റീരിയൽ അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. നമുക്ക് കംഫർട്ടബിൾ ഫീൽ ആണ്. ആ ഒരു മഞ്ഞര കാര്യം പറഞ്ഞത്, അതിന്റെ തന്നെ സെയിം ആ ഒരു ലിങ്കിൽ കയറിയിട്ട് സെയിം ഇതിൽ തന്നെ കുറെ കളർ ചേഞ്ചസ് നമുക്ക് കാണും. അതിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു പിക്കാണ് ഈ ഒരു ബ്ലൂ ഷെയ്ഡിൽ ഞാൻ മേടിച്ചിട്ടുള്ളത്. പക്ഷെ ഇതിന്റെ കാര്യത്തിൽ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. നെക്ക് കുറച്ച് കൂടുതൽ ഡീപ്പാണ്. ആ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് ബുദ്ധിമുട്ടുള്ളൂ. ബാക്കി മെറ്റീരിയൽ അടിപൊളിയാണ്. പിന്നെ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇതൊരു ഏലൻ സ്റ്റൈലാണ്
വന്നിരിക്കുന്നത്. പാറ്റേൺ വൈസ് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡി പാറ്റേണിലാണ് ഇത് നിൽക്കുന്നത്. പിന്നെ 3/4 ആണ് ഇതിന്റെ സ്ലീവ് വരുന്നത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ 3 പീസ് ആണ്. അതിന്റെ കൂടെ പാന്റ് പലാസോ സെയിം മെറ്റീരിയലിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. പിന്നെ ഇതിന്റെ കൂടെ പെയർ ചെയ്യാനായിട്ട് ഒരു ദുപ്പട്ടയും കൂടി കൊടുത്തിട്ടുണ്ട്. ഞാൻ ദുപ്പട്ടയൊന്നും അങ്ങനെ ഇടാറില്ല, വെറുതെ പേരിന് അവർ തരുന്നു, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. നല്ല നീളത്തിൽ കിടക്കുന്നുണ്ട് ദുപ്പട്ട. അപ്പൊ ദുപ്പട്ട ഇത്രയും നല്ല ലെങ്ത് നല്ല വിടത്തിൽ കിടക്കുന്നുണ്ട്. അപ്പൊ ദുപ്പട്ടയിലും ഫുൾ ഓവറോൾ പ്രിന്റ് വന്നിട്ടുണ്ട്. പക്ഷെ ദുപ്പട്ട ഇല്ലാണ്ട് ഇടുമ്പോഴാണല്ലോ നമ്മുടെ ഷേപ്പ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ദുപ്പട്ട അത് തന്നെ അവോയ്ഡ് ചെയ്തോട്ടെ. ഈ ഒരു നെക്കിന്റെ ഒരു പ്രശ്നം മാത്രമുണ്ട്. അതിൽ വേറെ എന്തെങ്കിലും വല്ല മാജിക് കമ്മി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവമൊക്കെ വരുന്നുണ്ട്. അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അടിപൊളി ഒരു സംഭവമാണ്. അതും ഈ റേറ്റിൽ കിട്ടാന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല കേട്ടോ. എന്തായാലും മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ മേടിച്ചോട്ടെ, ഈ ഒരു പ്രശ്നം കാര്യമാക്കണില്ലെങ്കിൽ. വുമനിസ്റ്റ ബ്രാൻഡിന്റെ 2 പീസിന്റെ സെറ്റ് ആണ് കേട്ടോ. ഓവറോൾ ലുക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇത്ര നേരം കാണിച്ചതിനേക്കാളും കുറച്ചുകൂടി ഡിഫറെന്റ്, കുറച്ചുകൂടി വെറൈറ്റി ആയിട്ടുണ്ട്. മെയിൻ ആയിട്ട് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട് ഇതിന്റെ ഒരു സ്ലീവ് തന്നെയാണ്. ഒരു സെമി എംബ്രോയിഡറി ആ ഒരു ഡീറ്റെയിലിംഗ്, പിന്നെ എൻജിൽ ഇങ്ങനെ ഒരു എംബ്രോയിഡറിയും അതുപോലെ തന്നെ സീക്വൻസ് വർക്കിന്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ മെയിൻ എന്ന് പറയുമ്പോൾ ഒരു ഷോർട്ട് കുർത്തിയാണ്, കോട്ട് സെറ്റ് എന്നും വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പൊ കോട്ട് സെറ്റിൽ ഇത് ടോപ്പ് പോർഷൻ നോക്കുകയാണെങ്കിൽ സ്ട്രേറ്റ് ഫിറ്റിലാണ് ഇത് വരുന്നത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ആ ഒരു സെയിം ടോൺ ടു ടോണിൽ തന്നെ ഇതിന്റെ ഒരു എംബ്രോയിഡറിയുടെ ഡീറ്റെയിലിംഗ് സീക്വൻസ് വർക്കും കൂടി കൊടുത്തിട്ടുണ്ട്. മെറ്റീരിയൽ വെച്ച് നോക്കുകയാണെങ്കിൽ സിൽക്ക്, കോട്ടൺ സിൽക്ക് ബ്ലെൻഡഡ് മെറ്റീരിയൽ ആണ് ഓവറോൾ. പിന്നെ ഇതിന് ഹൈ ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിന്റെ കൂടെ പെയർ ചെയ്യാനായിട്ട് പാന്റ് വൺ സൈഡ് പോക്കറ്റും വരുന്നുണ്ട് കേട്ടോ. ഓവറോൾ ഒരു പാർട്ടി വെയർ കളക്ഷൻ, കുറച്ചുകൂടി ഡിഫറെന്റ് ഒരു ലുക്ക്, ഡിഫറെന്റ് ഒരു ഫീലിംഗ്. ഈ ഒരു സ്ലീവ് ഒക്കെ നോക്കിയപ്പോഴേ മൊത്തത്തിലൊരു മാറ്റം. ഇൻഡോ ഇറ ബ്രാൻഡിന്റെ 2 പീസിന്റെ നല്ല അടിപൊളി ഒരു കോട്ട് സെറ്റ്. ഇപ്പൊ 2 പീസ് എന്ന് പറയുമ്പോൾ കുർത്തി സെറ്റ് എന്നോ നല്ല പറയാം, കോട്ട് സെറ്റ് തന്നെയാ പറയണത്. അപ്പൊ ഞാൻ ഇട്ടിരിക്കണത് ഒരു സട്ടൽ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. ഈ കൂടുതൽ ബ്രൈറ്റ്നസ്സും കൂടുതൽ വർക്ക് ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സട്ടൽ ആയിട്ടുള്ള ഒരു ഷെയ്ഡ്. ഇനി ഇതിന്റെ ടോപ്പിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ സ്ട്രെയിറ്റ് ഫിറ്റ് ആണ് ഇത് വരുന്നത്, സ്ട്രെയിറ്റ് കട്ട്. യോക്കിൽ വരുന്നത് ഫുൾ എംബ്രോയിഡറിയുടെ ഡീറ്റെയിലിംഗ്, ആ യോക്കില് മിഷൻ എംബ്രോയിഡറിയുടെ ഡീറ്റെയിലിംഗ്. പിന്നെ അതുപോലെ ഹൈനെക്കാണ്, ചൈനീസ് നെക്കാണ് വരുന്നത്. 3/4 ആണ് ഇതിന്റെ സ്ലീവ്. മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ പ്യുവർ കോട്ടണില് നമുക്ക് ആ ഒരു ഫീലിംഗ് നേരിട്ട് തന്നെ കാണാം. പ്യുവർ കോട്ടൺ എന്നൊക്കെ പറയുമ്പോൾ സട്ടൽ ആയിട്ടുള്ള ഒരു ഷെയ്ഡും കൂടിയാണ് ഇത് വരുന്നത്. ഇതിലാകെ ഒരു ഷെയ്ഡ് ഉള്ളൂ കേട്ടോ, ഈ ഒരു ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് മാത്രം. ഇനി ഇതിന്റെ കൂടെ പെയർ ചെയ്യാനായിട്ടുള്ള പാന്റ് ഒരു പലാസോ ടൈപ്പ് ആണ് കേട്ടോ പാന്റ് വരുന്നത്. വൺ സൈഡ് പോക്കറ്റോട് കൂടിയിട്ടാണ് പലാസോ ആണ് പാന്റ് വരുന്നത്. പിന്നെ ഓവറോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കോട്ടൺ എന്ന് പറയുമ്പോൾ 365 ഡേയ്സ് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. അങ്ങനെ നോക്കി പിക്ക് ചെയ്തതാണ്. അപ്പൊ കോട്ടൺ ആകുമ്പോൾ ഇതിനനുസരിച്ചിട്ടുള്ള റേറ്റ് ഉണ്ട്. ഞാൻ മേടിച്ചപ്പോൾ 1100 ആ ഒരു റേഞ്ചിലാണ് മേടിച്ചത്. ഇപ്പൊ സെയിൽ ഉള്ളത് കൊണ്ട് റേറ്റ് കുറവുണ്ടോന്ന് അറിയില്ല. എന്തായാലും സെയിൽ നടക്കുന്നുണ്ട്, മിസ് ചെയ്യണ്ട കേട്ടോ ഈ ഒരു സെയിൽ. എന്നാലും ഇത് ഹൈലി റെക്കമെൻഡ് പീസാണ്. കളർ വൈസ് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എടുത്തോ. പക്ഷെ മെറ്റീരിയൽ വൈസ് സൂപ്പർ ആണ് കേട്ടോ. ഞാൻ വേറെ ചെയ്തിരിക്കുന്ന സൈസ് ലാർജ്. ഫുൾ എത്നിക് കളക്ഷൻസ് ആണ് നമ്മൾ പിക്ക് ചെയ്തത്. നമ്മുടെ ചാനലിൽ കൂടുതൽ എത്നിക് വേറെ ആണ് നമ്മൾ കാണിക്കാറുള്ളത്. അതും നല്ലതാണെങ്കിൽ നല്ലത്, പൊട്ടയാണെങ്കിൽ പൊട്ട. നമ്മുടെ എല്ലാ കളക്ഷൻസും നമ്മൾ ഓരോന്നും ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിലൊന്നും നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കയറി കഴിഞ്ഞാൽ ആമസോണിന്റെ സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ട്, ഇപ്പൊ കാണിച്ചതിന്റെ എല്ലാത്തിന്റെയും നമ്മൾ സെപ്പറേറ്റ് ലിങ്കും അതുപോലെ തന്നെ സിംഗിൾ ഒരു ലിങ്ക് മൈ ഹോൾ സ്റ്റോർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ അതൊന്നും ഇഷ്ടപ്പെട്ടില്ല, ജസ്റ്റ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആമസോൺ സൈറ്റിലേക്ക് കയറി പോവാം. കയറി കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ ഇതിന്റെ കളർ ചേഞ്ച് നോക്കുകയാണെങ്കിൽ റെക്കമെൻഡേഷനിൽ ഇങ്ങനെ കയറി വരും. അപ്പൊ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ആമസോണിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന്റെ താഴെ ഇങ്ങനെ കുറേ വെറൈറ്റീസ്, പുതിയ ട്രെൻഡി കളക്ഷൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ പർച്ചേസ് ചെയ്താൽ മതി. ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ആമസോൺ ഒരു ബെസ്റ്റ് സൈറ്റ് ആണ് കേട്ടോ. എന്തായാലും നല്ല ഡിസ്കൗണ്ട് സെയിൽ എല്ലാ മാസവും ഉണ്ടാവാറുണ്ട്. ഇതൊരു അൾട്ടിമേറ്റ് ബ്രാൻഡ് സെയിലാണ്, അതും അപ് ടു 80%. അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.